അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ പറയുന്ന വിഷയം സിഹ്ർ അഥവാ മാരണം, കൂടോത്രം തുടങ്ങിയ പേരുകളിലൊക്കെ ഇതിനെ അറിയപ്പെടുന്നു. ഇതിനെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. മറ്റൊരാളുടെ അധികാരവും അന്തസ്സും അവരുടെ സാമ്പത്തിക മുന്നേറ്റവും എല്ലാം കണ്ടുകൊണ്ട് പലരിലും വരുന്ന ഒരു അസൂയയുണ്ട്. ആ അസൂയ കാലങ്ങളോളം മനസ്സിൽ നീറി നീറി കഴിയുന്ന ആളുകളുണ്ട്. ഇത് കണ്ടു നിൽക്കാൻ കഴിയാത്ത ആളുകൾ ചിലരെ സമീപിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് സിഹ്ർ. ഒരു മനുഷ്യനിൽ സിഹ്ർ അഥവാ ആരെങ്കിലും കൂടോത്രം വല്ലതും കടുംകൈ വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നറിയാൻ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ചില അടയാളങ്ങൾ ഇവിടെ പറയാം. ഒന്നാമത്തേത് പറയുന്നത്, ഏതൊരാൾക്കാണോ അത്തരം സിഹ്ർ ബാധിച്ചതെങ്കിൽ അവൻ ഏതൊരു നല്ല അവസ്ഥയിലാണോ അവിടെ നിന്നും താഴെ തട്ടിലേക്ക് വരുന്നത് നമുക്ക് കാണാം. 2, ശരീരമാസകലം വേദനകളും പ്രയാസങ്ങളും ക്ഷീണവും കാണാവുന്നതാണ്. 3, മറവി അവനെ വല്ലാതെ ബാധിക്കുന്നു. 4, വീട്ടിൽ രോഗിയായിരിക്കും, എന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചാൽ ഒരു രോഗവും ഇവനിക്കില്ല എന്ന് പറയും. ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ണേറായാലും സിഹ്റായാലും ഇതിൻ്റെ ലക്ഷണമാണ്. 5, ഓരോ നല്ല കാര്യങ്ങളും തുടങ്ങണം എന്ന് അവൻ ആഗ്രഹിക്കും, പക്ഷേ അവൻക്ക് തുടങ്ങാൻ കഴിയുകയില്ല. അഥവാ അവൻ തുടങ്ങിയാൽ തന്നെ അതിന് പൂർത്തീകരിച്ച് തീർക്കാൻ കഴിയുകയില്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സിഹ്ർ ബാധയേറ്റവർക്ക് ഉണ്ട്. അല്പം മാത്രമാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഇത് പൊതുവായി എല്ലാ സിഹ്ർ ഏറ്റ ആളുകൾക്കും കാണുന്ന കാര്യങ്ങളാണ്. എന്നാൽ വ്യത്യസ്ത ഇനം ആളുകൾക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറുഭാഗത്തിലൂടെ ലഭിക്കും. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. ഈ പറഞ്ഞത് പൊതുവായിട്ടുള്ള ആളുകൾക്കുള്ള കാര്യങ്ങളാണ്. ഇനി പറയാൻ പോകുന്നത്, സിഹ്ർ ബാത്തിലാക്കാൻ വേണ്ടി ഒരുപാട് ഇടങ്ങേറായി ജീവിക്കുന്നവരുണ്ട്. പൈസ കൈകളിൽ നിന്നും ഒരുപാട് നഷ്ടമായി കൊണ്ട് പരിഹാരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പരാതി പറഞ്ഞവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഖുർആൻ മുറുകെ പിടിക്കാത്തവരാണ് 1 നിങ്ങൾ. 2, ഔലിയാക്കളെ ബന്ധം കുറഞ്ഞവരായിരിക്കും. ഔലിയാക്കളെ തള്ളി കളയുന്ന ആളുകളായിരിക്കും. അവർ നല്ല പഠിപ്പുള്ളവരായിരിക്കാം, അവർ നല്ല കിതാബ് അറിയുന്നവരായിരിക്കാം, അതിലൊന്നും കാര്യമില്ല. പിശാചിനും അവൻ്റെ കൂട്ടാളികൾക്കും ഏറ്റവും പേടി ആത്മീയ ബന്ധം പുലർത്തിയവരെയാണ്. അതായത് ഖുർആൻ കൊണ്ട് നെഞ്ചിലേറ്റി നടക്കുകയും ദിവസവും സൂറത്തുൽ ബഖറയും തുടങ്ങിയ ആയത്തുകളും സൂറത്തുകളും പാരായണം ചെയ്യുകയും ചെയ്യുന്നവരെ ആണ് പിശാചിന് പേടിയുള്ളത്. 2ാമത്തെ കാര്യം, ഔലിയാക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കുക. എല്ലാ മഖാമുകളും സിയാറത്ത് ചെയ്യുകയും അവരിലൂടെ ഈ സിഹ്ർ ബാത്തിലാവുകയും ചെയ്യുന്നതാണ്. ഇനി നിങ്ങളോട് പറയാനുള്ളത്, സിഹ്ർ ഏറ്റവർ, കണ്ണേറ് ബാധിച്ചവർ, ശരീരത്തിന് ഒരുപാട് പ്രയാസങ്ങളുള്ളവർ, ഇവരൊക്കെയും ഓതേണ്ട ഒരു സൂറത്തുണ്ട്. ഒരുപാട് സൂറത്തുകൾ ഉണ്ടെങ്കിലും അതിമഹത്തായ സൂറത്തുൽ ബഖറ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെയും ഓരോ പേജ് വീതമോ അല്ലെങ്കിൽ ഒരു 3 പേജ് വീതമോ എല്ലാ ദിവസവും ഒന്ന് ഓതി നോക്കൂ. 3 നേരം ഭക്ഷണം കഴിക്കുന്നത് പോലെ ഇതും ജീവിതത്തിൽ
ഒരു ടൈം ടേബിൾ പ്രകാരം കൊണ്ടു നടക്കൂ. സിഹ്ർ എന്നല്ല, എല്ലാ രോഗങ്ങളും എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഇതിലൂടെ പരിഹരിച്ച് കിട്ടുന്നതാണ്, ഉറപ്പാണ്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് തന്നെ ഒരു മരുന്നാണ്. അള്ളാഹു സ്വീകരിക്കാനുള്ള നല്ല മനസ്സും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.